നമസ്കാരം, റിയൽ ന്യൂസ്. വേനൽ കനത്തതോടെ ഗ്രാമപ്രദേശങ്ങളിൽ ജലക്ഷാമം രൂക്ഷം. ബാലുശ്ശേരി പഞ്ചായത്തിലെ 14-ാം വാർഡ് ചെകിടമല പട്ടികവർഗ കോളനിയിൽ ഉൾപ്പെട്ട 20ഓളം കുടുംബങ്ങളാണ് കുടിവെള്ളം കിട്ടാതെ ഇപ്പോൾ ദുരിതത്തിലായിരിക്കുന്നത്. കിണറിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുമ്പോൾ പൈപ്പുകൾ പൊട്ടിപ്പോകുന്നതിനെ തുടർന്ന് വെള്ളം ടാങ്കിലെത്താത്തതിനെ തുടർന്നാണ് പദ്ധതി ഉപയോഗപ്രദമാകാതെ നിൽക്കുന്നത്. പദ്ധതിയുടെ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുക മാത്രമാണ് ഇനി പരിഹാരമാർഗമുള്ളൂ. എന്നാൽ അത് എന്ന് നടക്കുമെന്ന ചോദ്യമാണ് കോളനി നിവാസികൾ ഉന്നയിക്കുന്നത്. വേനൽ കനത്തതോടെ ഗ്രാമപ്രദേശങ്ങളിൽ ജലക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. ബാലുശ്ശേരി പഞ്ചായത്തിലെ 14-ാം വാർഡ് ചെകിടമല പട്ടികവർഗ കോളനിയിൽ ഉൾപ്പെട്ട 20ഓളം കുടുംബങ്ങളാണ് കുടിവെള്ളം കിട്ടാതെ ഇപ്പോൾ ദുരിതത്തിലായിരിക്കുന്നത്. പട്ടികവർഗ കോളനീൻ്റെ പദ്ധതി പ്രകാരം 3 വർഷമായി ചെകിടമല ആദിവാസിയിലെ ശുദ്ധജല വിതരണം ചെയ്തിട്ട് ഇതുവരെ ഒരു ഗുണഭോക്താക്കൾക്കും വീട്ടിലെ ഉപകരണത്തിനുള്ള കുടിവെള്ളം പോലും ഇതുവരെ ഇത്രയും കാലമായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് അടിച്ച് കിട്ടിയാണ് പൈപ്പുകളൊക്കെ പൊട്ടി പാറുമാറായി കിടക്കുക. ഇതുവരെ ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. പിന്നെ ഒരു 18-20 പുറ ഈ പ്രദേശത്തുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും ഒരു വീട്ടിലും കിണറ്റിൽ സാധാരണ കിണറുണ്ട്. കിണറിൽ ഈ വർഷം വേനലായ ഒരു തുള്ളി വെള്ളം കിണറ്റിൽ എടുക്കാറുണ്ട്. ഇവർക്കായി നിർമ്മിച്ച കുടിവെള്ള പദ്ധതി നിർമ്മാണത്തിലെ അപാകത മൂലം ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. പ്രദേശവാസിയായ ബാലൻ സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്താണ് 2 ടാങ്കുകൾ ഇതിനായി സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ കിണറിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുമ്പോൾ പൈപ്പുകൾ പൊട്ടിപ്പോകുന്നതിനെ തുടർന്ന് വെള്ളം ടാങ്കിലെത്തുന്നില്ല. 2019 കുടിവെള്ള പദ്ധതിക്ക് തുടക്കമായത്. 12 ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി ആരംഭിച്ചത്. പൈപ്പ് പൊട്ടി കിടക്കുകയാണ്. 2-3 കൊല്ലമായി ഇത് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഇനി പൈപ്പ് മാറ്റി സ്ഥാപിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. ഇതിനായി 20 ലക്ഷം രൂപയെങ്കിലും മുടക്കേണ്ടി വരുമെന്നാണ് ഏകദേശം കണക്കാക്കുന്നത്. ഇവിടെയുള്ള കിണറുകളാണെങ്കിൽ വറ്റി വരണ്ടു കഴിഞ്ഞു. ഒരു വീട്ടിലുള്ള നീരുറവയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇപ്പോൾ കോളനിക്കാർക്ക് അല്പമെങ്കിലും ആശ്വാസം പകരുന്നത്. നിലവിലെ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുക മാത്രമാണ് ഇനി പരിഹാരമാർഗമുള്ളൂ. എന്നാൽ അത് എന്ന് നടക്കുമെന്ന ചോദ്യമാണ് കോളനി നിവാസികൾ ഉന്നയിക്കുന്നത്. രാധാകൃഷ്ണൻ ഉള്ളൂർ, റിയൽ ന്യൂസ്.